ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പോൾ നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് നമുക്ക് ആദ്യം പോകാം. അതിനുശേഷം നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാം. എൻ്റെ ഇന്നലത്തെ വ്യൂ സെയിം ആണ് ഇന്നും ഉള്ളത്. 25,200 നല്ലൊരു ഗുഡ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് 25,600 ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് അല്ലെങ്കിൽ വരുന്ന ഡേയ്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അപ്സൈഡ് മാർക്കറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി സെയിം വ്യൂ ആണ്. ഇന്നലെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിരുന്നു. മാർക്കറ്റ് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ ഒരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തത്. ആൻഡ് മാർക്കറ്റ് സിഗ്സാഗ് മൂവ്മെൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ട്രൈയിങ് ടു ബ്രേക്ക് 25,450 എന്നുള്ള റേഞ്ച് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഈ ഒരു മൈനറായിട്ടുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് അവിടെ 25,600 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തായാലും വരുന്ന ഡേയ്സ് അപ്സൈഡാണ് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് എൻ്റെ വ്യൂവിനെതിരായിട്ടാണ് വരുന്നതെങ്കിൽ 25,200 ഒരു സപ്പോർട്ട് റേഞ്ചായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രം 25,000 ഈ റേഞ്ചിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, 25,000 എന്നുള്ള റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിഫ്റ്റി അപ്പ് പോകും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ടൈം കളയാതെ അടുത്ത നമ്മുടെ ചാർട്ട്സിലേക്ക് പോകാം. സ്റ്റോക്സിൻ്റെ അനാലിസിസിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റോക്ക് വീനസ് പൈപ്സ് ആണ്. വീനസ് പൈപ്സ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു ഡൗൺ സൈഡ് മാർക്കറ്റിലായിരുന്നു. ആൻഡ് ഇറ്റ്സ് ട്രൈങ് ടു ബ്രേക്ക് 1495. അതായത് ഈ ഒരു ബേസിന് ശേഷം, ഈ ബേസ് ഉണ്ടാക്കിയ ശേഷം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് അതിന് ശേഷം എന്താ സംഭവിച്ചത്, ആ റേഞ്ചിനുള്ളിലാണ് നിൽക്കുന്നത്. ഇതൊരു നല്ല മൊമെൻറ്റം കിട്ടാമെങ്കിൽ ഈ ഒരു 1546, ഈ 1540 രൂപ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്താൽ ആൻഡ് മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 1737 റേഞ്ചിലേക്കൊക്കെ വരുന്ന വീക്സിൽ ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഇത് എപ്പോഴാണ് വീക്ക് ആവുക എന്ന് എൻ്റെ ഒരു ഇതിൽ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്വിംഗ് ലോ, ഈ ഒരു ലോയ്ക്ക് താഴെ പോയ ഒരു 1355 താഴെ പോയ ഈ സ്റ്റോക്ക് വീണ്ടും ഒരു എന്താ പറയുക ഒന്ന് വീക്കാവും. ആൻഡ് അങ്ങനെ വീക്കായാൽ പോലും ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. ഇതൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 1227. ഇപ്പോൾ ഇവിടെ നിന്നാണ് മാക്സിമം ബയേഴ്സ് സെൻറ്റർ ആയിരിക്കുന്നത്. ആൻഡ് മാർക്കറ്റ് അടുത്ത് ഇനി നോക്കുന്ന ഒരു ഏരിയ 1540 ആണ്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ വരുന്ന വീക്സിലെല്ലാം മാർക്കറ്റ് വീനസ് പൈപ്സ് അപ്പ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാം. 1130 എന്നുള്ള റേഞ്ചൊക്കെ ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വീനസ് പൈപ്സ് ഒന്ന് ഈ വരുന്ന വീക്സിലത്തേക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിടുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് RK ഡെവലപ്പേഴ്സ് ആണ്. RK ഡെവലപ്പേഴ്സ് രണ്ട് ക്രൂഷ്യൽ റെസിസ്റ്റൻസിൽ കടന്ന് നിൽക്കുകയാണ്. അതായത് ഒരു IPO ബ്രേക്ക് ഔട്ട് സ്റ്റോക്കായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്കിനെ കുറിച്ച്. ആദ്യം 190 മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തു. ആൻഡ് ഇന്നലെ നല്ല രീതിയിൽ ഒരു വോളിയം മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ട് RK ഡെവലപ്പേഴ്സ് എന്ന സ്റ്റോക്കിൽ. ആൻഡ് എബോവ് 205 മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലേക്ക് പോയാൽ ഒരു 205ക്ക് മുകളിൽ ഇന്ന് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്താൽ വരുന്ന വീക്സിൽ 230 റേഞ്ചിലേക്കൊക്കെ ഈ മാർക്കറ്റ് ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ RK ഡെവലപ്പേഴ്സ് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിടുക. അടുത്ത സ്റ്റോക്ക് എംസുമിയാണ്. ഇപ്പോൾ എംസുമി, അതായത് മധുസൂദൻ സുമിയാണ് എൻ്റെ ഒരു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ ചോദിച്ച സ്റ്റോക്കാണ് എംസുമി എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് ക്ലോസ്ലി വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വരുന്ന വീക്സിൽ 75 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. നല്ല വോളിയം ഉണ്ട്. ഒരു ബിഗ് ബേസ് ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട് ഈ സ്റ്റോക്കിൽ. ഇന്നലെയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു വോളിയം എൻ്റർ ആയിട്ടുണ്ട് മധുസൂദൻ സുമിയിൽ. ഈ റീസെൻറ്റ് സമയത്ത് ഏറ്റവും നല്ല വോളിയം ഇന്നലെ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ 62 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ സ്റ്റോക്കിൽ മിക്കവാറും എൻ്റർ ആവാൻ നോക്കും. പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് എൻ്റെ ടാർഗറ്റ് 75 റേഞ്ചിലായിരിക്കും ഞാൻ ഈ ടാർഗറ്റ് വയ്ക്കുന്നത്. അതിൻ്റെ ഒരു മീഡിയം ടേം ടാർഗറ്റ് 66 റേഞ്ച് ആയിരിക്കും. ആൻഡ് മെയിൻ ടാർഗറ്റ് 75. ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കാണ്. സോ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക സ്പെഷ്യലി കൺസിഡർ ചെയ്യാൻ പോകുന്ന സ്റ്റോക്കാണ് മദേഴ്സൺ സുമി വയറിങ്സ്. ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും പറയാം നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് എൻ്റെ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. എൻ്റെ ഒരു പ്രധാന സ്റ്റോക്ക് മദേഴ്സൺ സുമി ആയിരിക്കും ഈ വരുന്ന വീക്സിൽ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് സുമിക്കമ്മാണ്. സുമിക്കം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുമെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 553 റേഞ്ചിൽ ഇന്നലെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മളിത് മോസ്റ്റ്ലി ഈ ഒരു റേഞ്ചിൽ 511 താഴെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സുമിറ്റോമോ കെം എന്ന സ്റ്റോക്കിനെ കുറിച്ച്. എൻ്റെ ടാർഗറ്റ് വന്നിട്ട് 580 ആണ്. 553 റേഞ്ചിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് 633 വരെയൊക്കെ ഇനിയുള്ള ഡേയ്സിൽ വരാൻ സാധ്യതയുണ്ട് ഈ സ്റ്റോക്ക്.
കെമിക്കൽ കമ്പനികളിൽ ഇനി സാധ്യതയുണ്ട്. കാര്യം US-ൻ്റെ പ്രഷറൊക്കെ കാരണം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വേറെ വേറെ കെമിക്കൽ സപ്ലയേഴ്സിനെ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു പോസിറ്റീവ് നോട്ട് കെമിക്കൽ സെക്ടേഴ്സിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സുമിറ്റോമോ കെം അതുകൊണ്ട് തന്നെ ഇൻ ഫോക്കസ് ആയിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ജിയോഫിൻ ആണ്. ജിയോഫിൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഈ സ്റ്റോക്ക് കുറച്ച് ദിവസമായിട്ട് വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്. ആൻഡ് ഞാൻ ഈ സ്റ്റോക്കിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഒരു അടുത്ത റേഞ്ച് ബ്രേക്ക് ശ്രമിക്കുകയാണ്. ഒരു നല്ല അപ്പ് മൂവ്മെൻറ്റ് കിട്ടി. ആൻഡ് കുറച്ചൊരു 5 days ആയിട്ട് ഈ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഡിപ്സിലൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ടാർഗറ്റ് 350 ആണ്. ഈ റേഞ്ചിലേക്ക് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലവിൽ ഡിപ്സിൽ ആഡ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയ 310 എന്ന റേഞ്ച് സ്ട്രോങ് ആയിട്ട് ബ്രേക്കൗട്ട് ചെയ്തു. ആൻഡ് ഒരു പുൾ ബാക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേ ബി ഡിപ്പ് കിട്ടിയാൽ നന്നായിരിക്കും. ഞാൻ പറയുന്നത് ഈ സ്റ്റോക്കിൽ ഒരു പുൾ ബാക്ക് തന്നിട്ടില്ല. ഒരു നല്ല സ്ട്രോങ് മൊമെൻറ്റം കിട്ടിയ ശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ലോ വോളിയത്തിൽ കൺസോളിഡേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഡിപ്പ് കിട്ടിയാൽ നന്നായിരുന്നേനെ. ആൻഡ് 350 റേഞ്ചിലേക്കൊക്കെ വരുന്ന ഡേയ്സിൽ ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. ജിയോഫിൻ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ട്രാൻസ്ഫർ ലൈറ്റ്നിങ് ആണ്. നമ്മൾ ഫസ്റ്റ് ഈ ചാനൽ തുടങ്ങിയ തൊട്ടേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കാണ് ട്രാൻസ്ഫർ ലൈറ്റ്നിങ്. അപ്പോൾ അറിയാം, അത് ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനിയും മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ 836 വരെയൊക്കെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം ഫോളോ ത്രൂ ഉണ്ട്. സാമാന്യം നല്ല രീതിയിൽ ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം ഫോളോ ത്രൂ ഉണ്ട്. ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വരുന്ന വീക്സിൽ 836 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രാൻസ്ഫർ ലൈറ്റ്നിങ് എന്ന സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ബാലാമൈൻസും സാമാന്യം നല്ലൊരു സ്റ്റോക്കായിരുന്നു. നല്ല മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇനിയുള്ള ഈ ഒരു മുകളിലത്തെ വൈറ്റ് ലൈൻ 1985 എന്ന് പറഞ്ഞാൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അവിടെ നിന്നൊരു പുൾ ബാക്ക് വരികയാണെങ്കിൽ 2 ഡിമാൻഡ് സോൺസ് നമുക്കിവിടെ ഉണ്ട് ബാലാജി അമൈൻസിൽ. അപ്പോൾ നമുക്ക് ആ ഡിമാൻഡ് സോൺസിൽ ഈ സ്റ്റോക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഇനിയുള്ള ബ്രേക്കൗട്ട്സ് ഫോളോ ത്രൂ കിട്ടി ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വരുന്ന വീക്സിൽ ഈ സ്റ്റോക്ക് നല്ല മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ബാലാജി അമൈൻസ് ഈ ഹൈ ഒക്കെ 2510 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സ്റ്റോക്കിൽ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ഡിമാൻഡ് സോൺസിൽ ആഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക. അതായത് ആദ്യത്തെ ഡിമാൻഡ് സോൺ വരുന്നത് 1750 എന്നുള്ള റേഞ്ചിലാണ് ഒരു ഡിമാൻഡ് ഏരിയ വരുന്നത്. ഓക്കെ, ഈ സ്റ്റോക്കിൻ്റെ എൻ്റെ സ്ട്രാറ്റജി ബാലാജി അമൈൻസിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ഡിപ്സിൽ ആഡ് ചെയ്യുക. ഡിപ്സിൽ ആഡ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞാൻ ബാലാജി അമൈൻസിൽ എടുക്കാൻ പോകുന്നത്. 2 ഡിമാൻഡ് സോൺസ് ഇതിലുണ്ട്. ഒന്ന് ഈ 1565 ഈ ഒരു റേഞ്ചാണ്. ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ബാലാജി അമൈൻസ് വരികയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യും. ഞാൻ ഈ സ്റ്റോക്ക് എന്തായാലും എടുത്ത് ചാടി ഒരു ബ്രേക്കൗട്ടിൽ ഞാൻ ആഡ് ചെയ്യുന്ന സ്റ്റോക്കല്ല. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ഡിമാൻഡ് സോൺ 17440 to 1750 ഈ ഒരു റേഞ്ച് ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് 1600. എൻ്റെ ഈ സ്റ്റോക്കിലെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് സോൺസിൽ ആഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ സ്ട്രാറ്റജി. ഞാൻ 1985 അല്ലെങ്കിൽ 2510 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. ഒരു 3 month 4 month ടാർഗറ്റൊക്കെ വെച്ചായിരിക്കും ഞാൻ ഇത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി വീണ്ടും പറയുന്നു, ഡിപ്സിൽ ആഡ് ചെയ്യുക. ഡിമാൻഡ് സോൺസിൽ മാർക്കറ്റ് വരുമ്പോൾ മാത്രം ഈ സ്റ്റോക്ക് ആഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡായിരിക്കും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ബാലാജി അമൈൻസ്. അപ്പോൾ ഈ സ്റ്റോക്കൊന്ന് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും സ്റ്റോക്കാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.